ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ടിപ്സ്. മൂന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സ് ഗണിതത്തിൻ്റെ 2025-26 ഓണപരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും ഒരുമിച്ചാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ മലയാളം മീഡിയത്തിൻ്റെതാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ രണ്ടുപേർക്കും ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞു തരുന്നതാണ്. ആക്ടിവിറ്റി 1 ഫസ്റ്റത്ത് ലെറ്റ്സ് ഫൈൻഡ് ദി നമ്പർ, എണ്ണം കണ്ടെത്താനുള്ളതാണ്. ഗണിതോത്സവത്തിനായി മൂന്നാം ക്ലാസ്സുകാർ തയ്യാറാക്കിയ കളം നോക്കൂ. കൗണ്ട് ആൻഡ് റൈറ്റ് ദി ഷേപ്സ് ഇൻ ദി കോളംസ്. ഈ കോളത്തിലുള്ള ഷേപ്സ് കൗണ്ട് ചെയ്തിട്ട് എഴുതാനാണ്. ഷേപ്പ് നമ്പർ എത്ര ഉണ്ട്, ഈ ഷേപ്പ് ട്രയാങ്കിൾ ഷേപ്പ് എത്ര ഉണ്ട്, റെക്റ്റാങ്കിൾ സ്ക്വയർ എത്ര ഉണ്ട്, സർക്കിൾ എത്ര ഉണ്ട് എന്നൊക്കെ കൗണ്ട് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ട്രയാങ്കിൾ എണ്ണി നോക്കുക, എത്ര ത്രികോണങ്ങളുണ്ട്, ത്രികോണങ്ങൾ എത്ര ഉണ്ട് അതൊക്കെ എണ്ണി നോക്കിയിട്ട് ഇവിടെ എഴുതുക. ഒരു തലക്കെന്നിട്ട് തുടങ്ങുക. ഇവിടെ എടി ട്രയാങ്കിൾ ഇല്ലല്ലോ, ഫസ്റ്റ് മുകളിൽ 1 2 3, ദെൻ 3 താഴത്തും ഉണ്ടല്ലേ 4 5 6. ഇനി ഇവിടെ ഉണ്ടല്ലേ 7 8 9 10 11 12 13 14. 14 14 ട്രയാങ്കിൾസ് ആണുള്ളത്. വേറെ എവിടെ ട്രയാങ്കിൾ ഉണ്ടോ? ത്രികോണങ്ങൾ വേറെ എവിടെ ഇല്ല, ഇല്ലല്ലോ. ഇനി ചതുരങ്ങൾ എത്ര ഉണ്ട്? സ്ക്വയർ സ്ക്വയേഴ്സ് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 8 പിന്നെ ഇവിടെ 9 10 11 12 പിന്നെ ഇത് അങ്ങനെ 13 സ്ക്വയർ ഉണ്ട് 13 ചതുരങ്ങളുണ്ട്. ഇനി സർക്കിൾ വട്ടങ്ങൾ എത്രയുണ്ട്? ഇവിടെ 3 1 2 3 4 5 6. പിന്നെ ഇവിടെ ഉള്ളത് 7 ഇവിടെ ഒന്നുണ്ട് 7. ആൻഡ് ഇവിടെ വലുതൊന്നുണ്ട് 8. അങ്ങനെ 8 സർക്കിൾസ്, 8 വൃത്തങ്ങളാണുള്ളത്. ഓരോന്നും ശ്രദ്ധിച്ചിട്ട് എണ്ണി നോക്കുക, വലുതും ഇതിൻ്റെ ഉള്ളിലുള്ള ചെറുതും ഒക്കെ എണ്ണാൻ മറക്കരുത്. ഇതിൽ ബി ക്വസ്റ്റ്യൻ, അനു ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ത്രികോണം ഉണ്ടാക്കി. ഒരു ത്രികോണം ഉണ്ടാക്കാൻ എത്ര ഈർക്കിൽ കഷ്ണങ്ങൾ വേണം? ഹൗ മെനി പീസ് ഓഫ് ഈർക്കിളി ആർ നീഡഡ് ടു മേക്ക് എ ട്രയാങ്കിൾ. ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എത്ര ഈർക്കിളി പീസ് വേണം? അപ്പോൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 3 സൈഡ്സ് ഉള്ളതാണ് ട്രയാങ്കിൾ. അപ്പോൾ 3 ഈർക്കിളി കഷ്ണം ഒന്നിവിടെ 1 2 3 3 ഈർക്കിളി കഷ്ണം, ഈർക്കിളി ബിറ്റ്സ് ഉപയോഗിച്ചാലേ ഉള്ളൂ നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നുണ്ടാക്കാൻ എത്ര എണ്ണം വേണം എന്നാണ് ചോദിച്ചല്ലേ 1 ഒരു ത്രികോണം ഉണ്ടാക്കാൻ. 2 എണ്ണം ചോദിച്ചാലോ? 2 എണ്ണം ചോദിച്ചാൽ 3 3 6 എണ്ണം വേണം. അപ്പോൾ ക്വസ്റ്റ്യന് പല രീതിയിലും വരാവുന്നതാണ്. ചിത്രം നോക്കൂ. സി ക്വസ്റ്റ്യൻ, വെളുത്ത ചതുരങ്ങളുടെ എണ്ണം കറുത്ത ചതുരങ്ങളുടെ എണ്ണത്തേക്കാൾ എത്രയാണ്? എത്ര കൂടുതലാണ്, എത്ര കുറവാണ്? ശരിയുത്തരത്തിന് ശരിയിടുക. ദി നമ്പർ ഓഫ് വൈറ്റ് റെക്റ്റാങ്കിൾ ഈസ് ഡാഷ് ദാൻ ദി നമ്പർ ഓഫ് ബ്ലാക്ക് റെക്റ്റാങ്കിൾസ്. അപ്പോൾ വൈറ്റ് റെക്റ്റാങ്കിൾസ് എത്ര ഉണ്ട്, ബ്ലാക്ക് റെക്റ്റാങ്കിൾസ് എത്ര ഉണ്ട്? വെളുത്തതിനേക്കാളും എത്ര കൂടുതലാണ്? കറുത്തത് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ അറിയെങ്കിൽ നമ്മളിത് കൗണ്ട് ചെയ്ത് നോക്കണം. ആദ്യം കറുത്തത് ബ്ലാക്ക് എത്ര ഉണ്ട്? 1 2 3 3 എണ്ണാണുള്ളത്. ബ്ലാക്ക് റെക്റ്റാങ്കിൾസ് ബ്ലാക്ക് റെക്റ്റാങ്കിൾസ് 3 ആണുള്ളത്. ഇനി വൈറ്റ് റെക്റ്റാങ്കിൾസ് ഇവിടെ 1 ഇത് 2 വൈറ്റ് റെക്റ്റാങ്കിൾസ് ആണുള്ളത് 2 എണ്ണമാണുള്ളത്. ഇപ്പോൾ വെളുത്ത ചതുരങ്ങൾ 2ഉം കറുത്തത് 3 എണ്ണമാണ് അപ്പോൾ കറുത്ത ചതുരത്തിനേക്കാളും 1 കുറവാണ് വെളുത്തത് 3നേക്കാൾ 1 ലെസ്സാണ്, കുറവാണ് 2 എന്ന് പറയുന്നത്. വെളുത്ത ചതുരങ്ങളുടെ എണ്ണം കറുത്ത ചതുരങ്ങളുടെ എണ്ണത്തേക്കാൾ കറുത്തതിനേക്കാൾ 1 കുറവാണ് വെളുത്തത് എന്ന് പറയുന്നത് വെളുത്തതിൻ്റെ എണ്ണം എങ്ങനെയാണ്? കറുത്തതിനേക്കാൾ 1 കുറവാണ്, 3നേക്കാൾ 1 കുറവല്ല 2 എന്ന് പറയുന്നത് 1 ലെസ് ദാൻ ആണല്ലേ, 1 കുറവ് എന്നുള്ളതിന് നമുക്ക് അടയാളം ഇടാം. ഇംഗ്ലീഷിലാണെങ്കിൽ 1 ലെസ് 1 കുറവ്, ലെസ് എന്ന് പറയും. അതായത് നമ്പർ ഓഫ് വൈറ്റ് റെക്റ്റാങ്കിൾ വൈറ്റ് റെക്റ്റാങ്കിളിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 1 ലെസ് ദാൻ ദി നമ്പർ ഓഫ് ബ്ലാക്ക് റെക്റ്റാങ്കിൾ. ബ്ലാക്ക് റെക്റ്റാങ്കിളിൻ്റെക്കാളും 1 കുറവാണ് വൈറ്റിൻ്റെ എന്ന് പറയുന്നത് ബ്ലാക്ക് 3 ആണ്, അതിനേക്കാൾ 1 കുറവല്ല 2 എന്ന് പറയുന്നത് 1 ലെസ് ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, ടോട്ടൽ എമൗണ്ട്, തുക ടോട്ടൽ തുക, ആകെ തുക അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് കാണാനുള്ളതാണ്. ഗണിതോത്സവത്തിൻ്റെ ചിലവിനായി ഓരോ ക്ലാസ്സുകാരും കൊണ്ടുവന്ന നോട്ടുകളുടെ എണ്ണവും തുകയും പട്ടികയിൽ എഴുതിയത് നോക്കൂ. പട്ടിക പൂർത്തിയാക്കാനാണ് ക്ലാസ് 1 2ാം ക്ലാസ്സുകാർ 3ാം ക്ലാസ്സുകാർ കൊണ്ടുവന്നത്. 1ാം ക്ലാസ്സുകാർ 500 രൂപ കൊണ്ടുവന്നില്ല, 200 രൂപയുടെ 2 എണ്ണം കൊണ്ടുവന്നു, 100 രൂപയുടെ 1, 10 രൂപയുടെ 3 എണ്ണം കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ആകെ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 200 രൂപയുടെ 2 നോട്ടുകൾ അതായത് 200ഉം 200 എത്രയാണ്? 400 400 ആയില്ലേ. 200 രൂപയുടെ 2 നോട്ടുകൾ എന്ന് പറഞ്ഞാൽ 400 400 ആണ്. ഇനി 100 എന്ന് പറഞ്ഞാൽ 100 രൂപ തന്നെ 100 തന്നെയാണ്. ഇനി 3 10 എന്ന് പറഞ്ഞാൽ 3 10s are 30 3 10s 3 10 10 20 30 3 10 രൂപ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, അതായത് 30 30
3 tens are 30. ഇതെല്ലാം ടോട്ടൽ എത്രയാണ്? 400 + 100 + 30 അല്ലേ? 400ഉം 100ഉം എത്രയാണ്? 500ഉം 30ഉം 530. 400ഉം 100ഉം 500 അല്ലേ? 4ഉം 1ഉം 5 അല്ലേ? 400നോട് 100 കൂട്ടിയാൽ 500, 30ഉം 530. അടുത്തത് 2ാം ക്ലാസ്സുകാർ 500 രൂപയുടെ ഒരു നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നുള്ളൊക്കെ ബ്ലാങ്കാ അല്ലേ? പക്ഷേ ആകെ തുക അല്ലേ, ടോട്ടൽ എമൗണ്ട് 850 ആണ്. അപ്പോൾ ടോട്ടൽ 850 കിട്ടണമെങ്കിൽ 850 കിട്ടണമെങ്കിൽ ഈ നമ്പേഴ്സിലെ ഇവിടെ എത്രയായിരിക്കും? എത്ര രൂപ കൂടി വേണം? ഇവിടെ 500 ഉണ്ട് അല്ലേ? ഇനി 850 ആവണം. 500 പിന്നെ 600 700 800 അല്ലേ? ഒരു 300ഉം പിന്നെ ഒരു 50ഉം ഒരു 300 അല്ലേ? അതായത് 300s 300 അല്ലേ? 300 ആയില്ലേ? അപ്പോൾ നമുക്ക് 800 റുപ്പീസ് ആയില്ലേ? 500ഉം 300ഉം 800 ആയി അല്ലേ? അത് 100 രൂപയുടെ സെറ്റാണ് അല്ലേ? അപ്പോൾ 800 ആയി. ഇനി 850 വേണം. അപ്പോൾ 50 റുപ്പീസ് ആവാൻ 10 രൂപയുടെ 10 റുപ്പീസ് എത്ര എണ്ണം എടുക്കണം? 5 എണ്ണം എടുത്താൽ പോരെ? 5 10 50 അല്ലേ? 5 tens are 50. അപ്പോൾ 5 10 രൂപ എടുത്താൽ 50 ആയി. അപ്പോൾ നമുക്ക് ടോട്ടൽ 850 850 കിട്ടിയില്ലേ? 500ഉം 300ഉം 800ഉം 50ഉം 850 അല്ലേ? ഇത് 10 രൂപയുടെ 5 എണ്ണം എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. ഇനി 3ാം ക്ലാസ്സുകാർ ഒരു 500 രൂപ അല്ലേ? ഒരു 500 രൂപ. അപ്പോൾ 500 പ്ലസ് ഒരു 200 രൂപ അല്ലേ? ഒരു 200 എന്ന് പറഞ്ഞാൽ 200. 10 രൂപയുടെ 21 നോട്ടുകൾ അല്ലേ? 10 രൂപ 21 എണ്ണം എടുത്തിട്ടുണ്ട്. 10 × 21 എത്രയാണ്? മൾട്ടിപ്ലിക്കേഷൻ ഗുണിതത്തിന് എന്താണ് ഈസി ട്രിക്ക്? സീറോസ് വരുന്നതാണെങ്കിൽ നമ്മൾ നമ്പേഴ്സിനോട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? 1 × 21 21 ആണ്. പിന്നെ ഒരു 0 ഉള്ളൂ, അതോടെ ഇട്ട് കൊടുക്കുക. 210. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 500ഉം 200ഉം എത്രയാണ്? 600 700 അല്ലേ? 5 6 7 അല്ലേ? 700ഉം 210ഉം 700 800 900 910 അല്ലേ? ഇതൊക്കെ 5ഉം 2ഉം 5 6 7 8 9 അല്ലേ? 9ഉം 1ഉം 0ഉം. ഓക്കെ, ഇവിടെയൊക്കെ സീറോസാണ്. അപ്പോൾ 910 910 എന്ന് നമുക്ക് ഇവിടെ ആൻസർ കിട്ടും അല്ലേ? ടോട്ടൽ. ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൾറെഡി ചെയ്തതാണ്. ക്ലാസ് 3 ഓണം എക്സാം എന്നുള്ള പ്ലേലിസ്റ്റിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ലബി ക്വസ്റ്റ്യൻ. 4ാം ക്ലാസ്സുകാർ കൊണ്ടുവന്നത് 980 രൂപയാണ്. ചുവടെ തന്നതിൽ ശരിയായതിന് ശരി അടയാളം ഇടുക. 980 980 ഇതല്ലേ? 980. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്ക് എന്താണ്? 980 980 എന്ന് ഇവിടെ തന്നിട്ടുണ്ടാവില്ല. 980 ഇതല്ലേ? ഇത് 9000 ആണല്ലേ? 1s 10s 100 അല്ലേ? അപ്പം 980. ഇത് 908 ഉള്ളൂ അല്ലേ? 980 ആണ് പറഞ്ഞത് അല്ലേ? 80 രൂപ എന്നാണ് 980. അടുത്തത് 3ാമത്തെ ആക്ടിവിറ്റി സംഖ്യ കണ്ടെത്താം. ഫൈൻഡ് ദി നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ മിസ്സിംഗ് പാർട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. തന്നിരിക്കുന്ന സൂചനക്കനുസരിച്ച് സംഖ്യ കണ്ടെത്തി ചെടിച്ചട്ടിയിൽ എഴുതുക. പുതിയ സംഖ്യയുടെ പ്രത്യേകത പൂക്കളിൽ എഴുതുകയും വേണം. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതേതാണ് സംഖ്യ എന്ന് ചെടിച്ചട്ടിയിൽ എഴുതണം. 300 എന്ന് പറഞ്ഞാൽ 300s ആണല്ലേ? ഇംഗ്ലീഷ് മീഡിയം 300 അതായത് 300 ആണ്. പ്ലസ് ഒരു 10 എന്ന് പറഞ്ഞാൽ 10 അല്ലേ? 10 110. പിന്നെ 5 എന്ന് പറഞ്ഞാൽ 5 അല്ലേ? കൂട്ടി നോക്കിയാൽ എത്രയാണ്? 315 അല്ലേ? സീറോസ് 5 1 3 അല്ലേ? 315 അല്ലേ? 315 ആണ് നമ്പർ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് 315 315 എഴുതാം എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. അതായത് 300ഉം ഒരു 10ഉം എത്രയാണ്? 300 300ഉം ഒരു 10ഉം 310ഉം 5 315. 300s 300 110 എന്ന് പറഞ്ഞാൽ 10 5 1s അല്ലേ? 5 1s. അപ്പോൾ എന്താണ് ടോട്ടൽ? 315. 314നും 316നും ഇടയിലാണ്. 314നും എത്രയാണ്? 316നും ഇടയിലുള്ള നമ്പർ ഒരു നമ്പറുള്ളൂ. ഏതാണ്? 315 അല്ലേ? സിമ്പിളായിട്ട് ഇവിടെ കിട്ടുന്നതാണ്. ഇത് രണ്ടിൻ്റെ ഇടയിൽ ഏത് നമ്പറാണ് ഉള്ളത്? 315. 4 കഴിഞ്ഞാൽ 5 അല്ലേ? ബിറ്റ്വീൻ 314 ആൻഡ് 316 അല്ലേ? 316 14 ഇടയിലുള്ള 315 അല്ലേ? അപ്പോൾ പെട്ടെന്ന് ആൻസർ ഇവിടെ നിന്ന് തന്നെ കിട്ടും അല്ലേ? ഇത് ആഡ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിന് എത്ര ഒന്നുകളാണ് ഇതെന്ന് പറയുന്നത്? 315 ഒന്നുകൾ അല്ലേ? എത്ര ഒന്നുകൾ, എത്ര ഒരു രൂപ എടുക്കണം ഇത് കിട്ടണമെങ്കിൽ? 315 വൺസ് അല്ലേ? 315 ഒന്നുകൾ എടുത്താലേ ഉള്ളൂ ഈ നമ്പർ കിട്ടുള്ളൂ അല്ലേ? 315 ഒന്നുകൾ എടുക്കണം അല്ലേ? ഫുള്ള് വൺസ് ആക്കി എടുക്കുക. ഇനി എത്ര പത്തുകളാണ് എത്ര ഒന്നുകളാണ്?
ഇത് വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് അല്ലേ. ഇത് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് ആണ്. ഇവിടെ 100 അല്ല തന്നത് അല്ലേ, ടെൻസ് ആണ്, പത്തുകളാണ് അല്ലേ. ഒറ്റ, 10, 100. അപ്പോൾ 100ൻ്റെ സ്ഥാനത്തുള്ളത് ചോദിച്ചിട്ടില്ല. 100ൻ്റെ സ്ഥാനത്ത് ചോദിച്ചാൽ 3 100 എന്ന് എഴുതാമായിരുന്നു. ഇവിടെ പത്തുകൾ എത്രയെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്താണ് 31 എടുക്കണം അല്ലേ. 31 പത്തുകളും, ഒന്നുകൾ എത്രയാണ് 5 ആണ് അല്ലേ. ഇവിടെ ഒന്നുകൾ അല്ലേ, വൺസിൻ്റെ പ്ലേസിൽ 5 ആണ്, 5 ഒന്നുകളാണ്. ബാക്കിയുള്ളത് ടെൻസുകളാക്കി എടുക്കുക അല്ലേ. 31 ഒന്നുകൾ, 31 ടെൻസ് എന്ന് എടുക്കുക അല്ലേ. ഇനി ഹൺഡ്രഡ്സ് ഇവിടെ ഇല്ല അല്ലേ. ഹൺഡ്രഡ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് 3 ഹൺഡ്രഡ്സ് അല്ലേ, 1 10 എന്താണ് 5 വൺസ്, അങ്ങനെയാണിത് അല്ലേ. ഇതാ അപ്പോൾ ഹൺഡ്രഡ്സ് ചോദിച്ചിട്ടില്ല. ടെൻസ് എത്ര എടുക്കണം എന്ന് ചോദിച്ചത്. അപ്പോൾ 31 ടെൻസ് എടുത്താൽ എത്രയായി? 31 ടെൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 310 അല്ലേ. 310ഉം 5ഉം 315 അല്ലേ. ടോട്ടൽ 315 കിട്ടും. അപ്പോൾ അത് തന്നെയാണ് ഏതൊക്കെ രീതിയിൽ ഈ 315നെ 315 എഴുതാം എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒരു മോഡൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി പാറ്റേൺ പൂർത്തിയാക്കുക. അപ്പോൾ 210, 320, 430, 210, 320, 430. അപ്പോൾ 2 കഴിഞ്ഞാൽ എന്തായിട്ടുണ്ട്? 3 ആയിട്ടുണ്ട്, പിന്നെ 4 ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്താവണം? 5 ആകണം, നെക്സ്റ്റ് 6 ആകണം അല്ലേ. 1 2 കൂടി വരുന്നുണ്ട്. പിന്നെ 1 എന്തായി? 2 ആയി, 3 ആയി. അപ്പോൾ എന്താവണം ഇനി? നെക്സ്റ്റ് 4 ആകണം, നെക്സ്റ്റ് 5 ആകണം. പിന്നെ ഒക്കെ 0 ആണ്. അപ്പോൾ ആ 0 അതുപോലെ ഇട്ട് കൊടുക്കുക. 540യും എന്താണ് 650യും അല്ലേ. 210, 320, 430, 540, 650. ഇവിടെ എത്ര കൂടി വരുന്നത് നോക്കുക അല്ലേ. 2 എന്തായിട്ടുണ്ട്? 3 ആയി, 4 ആയി, 5 ആയി, 6 ആയി. ഇനി രണ്ടാമത്തത് 1 എന്തായി? 2 ആയി, 3 ആയി. അപ്പോൾ 4 ആവണം, നെക്സ്റ്റ് 5 ആകണം. പിന്നെ 0 തന്നെയാണ് ബാക്കി മൂന്നാമത്തെ നമ്പർ. അങ്ങനെ ഒരു പൊതുവായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ 540, 650. ഇനി സി ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ശരിയായി ക്രമീകരിച്ചത് ശരി അടയാളപ്പെടുക. ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക്, സ്മോളസ്റ്റ് ടു ലാർജസ്റ്റിലേക്ക് അല്ലേ. സ്മോളിൽ നിന്നും ലാർജസ്റ്റിലേക്ക് ഉള്ളത് ശരി അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. അപ്പോൾ ഇത് ചെറുതാണ് അല്ലേ, അതിനേക്കാൾ വലുത്, അതിനേക്കാൾ വലുത്. പക്ഷേ ഇവിടെ നോക്കൂ, പിന്നെ ചെറുതായി അല്ലേ. 234 ചെറുതാണിത്. അപ്പോൾ അത് തെറ്റാണ്. ഇവിടെ ഏറ്റവും വലിയ നമ്പർ ഇത്, അതിനേക്കാളും വലുത് ആദ്യം, അത് പറ്റില്ല. ഏറ്റവും ചെറുത് ആദ്യം വേണം. ഇവിടെ വലുതിനേക്കാളും 68 ചെറുതാണ് 166 അല്ലേ. അങ്ങനെയല്ല, ഏറ്റവും ചെറുത് ആദ്യം 512, അതിനേക്കാളും വലുത് 520, അതിനേക്കാളും വലുതാണ് 540, അതിനേക്കാളും വലുതാണ് 550. അപ്പോൾ ഈ ഓപ്ഷൻ സി അല്ലേ, മൂന്നാമത്തത്, തേർഡ് ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത്. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക്, സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ഏറ്റവും സ്മോൾ, അതിൽ നിന്ന് അതിനേക്കാളും വലുത്, അങ്ങനെ വലുത് വലുത് അല്ലേ. ഏറ്റവും വലുത് ലാസ്റ്റ് എഴുതണം. അങ്ങനെ നെക്സ്റ്റ് ആക്ടിവിറ്റി 4 എന്ന പ്രവർത്തനം 4 കാർഡുകളി. ഗണിതോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്ക് നൽകാനായി കാർഡുകൾ തയ്യാറാക്കുകയാണ് റാഷിയും കൂട്ടുകാരും. ക്വസ്റ്റ്യൻ എ, 1ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി 100 മുതൽ 135 വരെയുള്ള നമ്പർ കാർഡാണ് തയ്യാറാക്കിയത്. 1ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? അപ്പോൾ 100 മുതൽ 135 വരെയുള്ള നമ്പർ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എത്ര കുട്ടികളാണുള്ളത് എന്നാണ് ചോദിച്ചത്. ദി നമ്പർ കാർഡ് ഫ്രം 100 to 135 were prepared for the children of the first standard. How many children are there in the first standard? അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്ര കുട്ടികൾ, ഹൗ മെനി ചിൽഡ്രൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ 100 മുതൽ 135 വരെ. അപ്പോൾ 100 മുതൽ 135 വരെ 35 ഇല്ലേ, 100ാമത്തെ ആളി നമ്മൾ കൂട്ടണം. അപ്പോൾ 100 കഴിഞ്ഞിട്ട് 35 വരെ 35 കുട്ടികൾ അല്ലേ. അപ്പോൾ 100ാമത്തെ ആളി നമ്മൾ കൂട്ടണം അല്ലേ. 100 മുതൽ, ഇതൊരു കുട്ടീൻ്റെ നമ്പറാണ്, കാർഡാണ്. അപ്പോൾ അതും കൂട്ടുമ്പോൾ 36 അല്ലേ, ഒന്ന് നമ്മൾ ആഡ് ചെയ്യണം. അതായത് 100 മുതൽ 100, 101 അങ്ങനെ പോയി എത്രയാണ് 135 വരെ ഉണ്ട് കാർഡുകൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 100 കഴിഞ്ഞിട്ട് 35 വരെ അല്ലേ, 135 വരെ 35 കുട്ടികൾ. അപ്പോൾ ഈ 100ാമത്തെ ആളെ അല്ലേ, അവനെയും കൂടി കൂട്ടിയാൽ +1 അല്ലേ, 36. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? 36 ആണ് അല്ലേ. 100 മുതൽ 135 അല്ലേ, 35 കൂടിയിട്ടുള്ളത്. അപ്പോൾ 100ാമത്തെ ഈ ആളെയും കൂടി കൂട്ടുമ്പോൾ 36. ഇതിൽ ബി ക്വസ്റ്റ്യൻ, 2ാം ക്ലാസ്സിലെ 32 കുട്ടികൾക്കായി കാർഡുകൾ തയ്യാറാക്കി. ആദ്യത്തെ കാർഡിലെ സംഖ്യ 50ൽ തുടങ്ങി തുടർച്ചയായി എഴുതിയാൽ അവസാനത്തെ കാർഡിലെ സംഖ്യ ഏതാണ്? അപ്പോൾ ആദ്യത്തെ കാർഡിലെ സംഖ്യ 50 ആണ്. 32 കുട്ടികൾക്കായിട്ടാണ് കാർഡുകൾ തയ്യാറാക്കിയത്. ലാസ്റ്റ് കാർഡത്തെ, അവസാനത്തെ കാർഡത്തെ സംഖ്യ ഏതാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ 32 ഇല്ലേ, +32, 50നോട് 32 ആഡ് ചെയ്താൽ എത്രയാണ്?
2 5ഉം 3യും 8 അല്ലേ. 82നോട് എന്താ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൽ നിന്ന് 1 മൈനസ് ചെയ്യാം അല്ലേ. 1 മൈനസ് ചെയ്താൽ 81. അപ്പോൾ 1 മൈനസ് ചെയ്താൽ നമുക്ക് ലാസ്റ്റത്തെ സംഖ്യ, അവസാനത്തെ കാർഡ് ലാസ്റ്റ് കാർഡിലെ നമ്പർ എത്രയാണെന്ന് കിട്ടാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 81. അപ്പോൾ ലാസ്റ്റ് സംഖ്യ അല്ല, ലാസ്റ്റ് കാർഡിലെ നമ്പർ കണ്ടുപിടിക്കാനാണ് അവസാനത്തെ സംഖ്യ. അത് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ സംഖ്യ തന്നിട്ടുണ്ടല്ലോ 50, അതിനോട് എത്ര കുട്ടികൾക്കാണെന്നുള്ളത് ആഡ് ചെയ്യുക അല്ലേ. 32 കുട്ടികൾക്കാണ്. എന്നിട്ട് 1 മൈനസ് ചെയ്യുക അല്ലേ. ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഏത് ചോദിച്ചാലും ഇങ്ങനെ ചെയ്താൽ മതി അല്ലേ. അവസാനത്തെ കാർഡിൽ കാണാൻ ആദ്യത്തെ സംഖ്യ പ്ലസ് കുട്ടികളുടെ എണ്ണം 32 അല്ലേ, -1 അല്ലേ, എന്നിട്ട് 1 മൈനസ് ചെയ്യുക. സി ക്വസ്റ്റ്യൻ 5, 2, 7 എന്നീ കാർഡുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയും എഴുതുക. ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പറും സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പറും. ഏറ്റവും വലുത് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം അല്ലേ? ഏറ്റവും വലുത് വലിയ മൂന്നക്ക സംഖ്യ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. അപ്പോൾ ഏറ്റവും വലിയ നമ്പർ ഇതിലേതാണ്? 7 ആണ്. അത് ആദ്യം എഴുതുക. പിന്നെ അതിനേക്കാളും ചെറുത്, പിന്നെ അതിനേക്കാളും ചെറുത്, അങ്ങനെ എഴുതുക. വലുത് ചോദിച്ചാൽ ഏറ്റവും ചെറുത്, സ്മോളസ്റ്റ് ചോദിച്ചാൽ ഏറ്റവും ചെറുത് ആദ്യം എഴുതുക അല്ലേ. പിന്നെ അതിനേക്കാളും വലുത്, പിന്നെ അതിനേക്കാളും വലുത്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയാൽ ചെറിയ നമ്പർ കിട്ടും. വലുത് കിട്ടാൻ വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതുക. അപ്പോൾ വലിയ നമ്പർ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ അല്ലേ. 1 2 3 3 ഡിജിറ്റുള്ള നമ്പറാണ്, മൂന്നക്ക സംഖ്യയാണ് ചോദിച്ചത്. ഡി 3 100ഉം 26 10ഉം ചേർന്ന സംഖ്യ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ശരിയുത്തരത്തിന് ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ 300s 26 10s. 300s 3 100 എന്ന് പറഞ്ഞാൽ 300 പ്ലസ് 26 10s എന്ന് പറഞ്ഞാൽ എത്രയാണ്? 26 × 10 26 10കൾ. അതായത് 26 × 1 26, പിന്നെ ഒരു പൂജ്യമുള്ളത്. അപ്പോൾ സീറോസ് വരുന്ന 0 വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ഗുണിക്കാൻ എന്താണ് നമ്മൾ നമ്പറിനെ 1നോട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക. 26 × 1 26 തന്നെയാണ്. പിന്നെ എത്ര സീറോ ഉണ്ടോ 0 ഉണ്ടോ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ 260. അപ്പോൾ 300 260 എത്രയാണ്? 3ഉം 2ഉം എത്രയാണ്? 5 6 0 അല്ലെ, 560 ആണ്. അപ്പോൾ 560 എന്ന് പറയുന്നത് ഓപ്ഷൻ 3 560 ശരി അടയാളപ്പെടുത്തുക. അടുത്തത് പ്രവർത്തനം 4ൽ ബി, കണ്ടെത്താം എഴുതാം. 6 4 3 എന്നീ കാർഡുകൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏതെങ്കിലും 4 മൂന്നക്ക സംഖ്യകൾ എഴുതുക. ഏതെങ്കിലും 4 മൂന്നക്ക സംഖ്യ. എന്താണ് ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ? റൈറ്റ് 4 3 ഡിജിറ്റ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദി കാർഡ്. ഈ കാർഡ് ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന 4 മൂന്നക്ക സംഖ്യ അല്ലേ, 4 3 ഡിജിറ്റ് നമ്പേഴ്സ്. 3 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ, എങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും അല്ലേ, നമുക്ക് ഏറ്റവും ചെറിയത് അല്ലേ 3, പിന്നെ 4 6 346 എടുക്കാം. അല്ലെങ്കിൽ 4 3 6 436 എടുക്കാം. 643 എടുക്കാം. 6 4 3 അല്ലെങ്കിൽ 6 3 4 അല്ലേ, എങ്ങനെ വേണമെങ്കിലും 3 6 4 അല്ലേ, 3 4 6 എടുത്തു. ഈ 3 6 4 എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഏതെങ്കിലും ഒരു 3 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. 3 ഡിജിറ്റുള്ള 3 അക്ക സംഖ്യകൾ. ഇനി ബി ക്വസ്റ്റ്യൻ ഈ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തിയതും. ഇനി ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് അല്ലേ, ചെറുതിൽ നിന്ന് ഏറ്റവും സ്മോൾ ആദ്യം എഴുതുക. ഇതിൽ 346 364 അല്ലേ, 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അതല്ലേ ചെറുത്. 64 ചെറുത് 346 ആണ് അല്ലേ, 346 ആണ്. നെക്സ്റ്റ് 364 ആണ്. നെക്സ്റ്റ് 436 ആണ് അല്ലേ, അതിനേക്കാളും വലുത്. ലാസ്റ്റ് ഏറ്റവും വലുത് 643 643 ആണ്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലേ, സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് അല്ലേ, വലുതിലേക്ക് ലാർജിലേക്ക് ഇങ്ങനെ എഴുതുക. സി ക്വസ്റ്റ്യൻ 716 തുടങ്ങി തുടർച്ചയായി എഴുതിയാൽ 30ാമത്തെ കാർഡിലെ സംഖ്യ ഏതാണ്? അപ്പോൾ 716 നിന്നാണ് തുടങ്ങുന്നത്. തുടർച്ചയായതിൽ 30ാമത്തെ കാർഡിലെ അല്ലേ, 30ാമത്തെ കാർഡ് അല്ലേ, +30. 716 + 30 എത്രയാണ്? 746. എന്നിട്ട് അതിൽ നിന്ന് 1 മൈനസ് ചെയ്യുക, -1. 745. ലാസ്റ്റത്തെ കാർഡ് കിട്ടാൻ അല്ലേ, 30ാമത്തെ കാർഡിലെ സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ളതിന് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. തുടങ്ങുന്നത് 716ലാണ്. 30ാമത്തെ കാർഡിലെ സംഖ്യയാണ് കിട്ടേണ്ടത്. അപ്പോൾ +30. അപ്പോൾ +30 അല്ലേ, 30ാമത്തെ കാർഡിലെ. എന്നിട്ട് 1 മൈനസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ആ കാർഡിലെ സംഖ്യ കിട്ടുള്ളൂ. തൊട്ട് മുന്നേ ഇതുപോലൊരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട് അല്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ 7 100ഉം 5 10ഉം ചേർന്ന സംഖ്യ ഏത്?
ശരി ഉത്തരത്തിന് ശരി അടയാളപ്പെടുത്തുക. 700 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 700s. 700. 5 tens, 5 10 എന്ന് പറഞ്ഞാൽ 50. അപ്പോൾ 700ഉം 50 എത്രയാണ്? 750 അല്ലേ. 700 + 50 എത്രയാണ്? 750. അപ്പോൾ അത് ഇതാണ് 750. ലാസ്റ്റത്തെ ഓപ്ഷനാണ് 750. 700ഉം 50ഉം 750. 700s എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 1 7, ദെൻ 2 0 അല്ലേ ഉള്ളത്, 700. 5 tens എന്ന് പറഞ്ഞാൽ 5 × 10 അല്ലേ. നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 5 പിന്നെ ഒരു 0 ഉള്ളത് 50. അപ്പോൾ 700 + 50 എത്രയാണ്? 750. നെക്സ്റ്റ് 5 ബി ഏതെങ്കിലും ഒന്നിന് പൂർണ്ണമായി ഉത്തരം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തനം 5A അബാക്കസ്, അല്ലെങ്കിൽ എന്താണ് 5 ബി ഉണ്ടാവും. ഓപ്ഷൻ 5 ബി ഏതാണ്? സംഖ്യാകാർഡുകൾ. ഇതിലേതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ഗണിതോത്സവത്തിന് തയ്യാറാക്കിയ അബാക്കസ് ആണ് തന്നിരിക്കുന്നത്. അബാക്കസിലെ സംഖ്യ ഏതാണ്? അപ്പം 100ൻ്റെ സ്ഥാനത്ത് എത്ര ബീഡ്സ് ഉണ്ട്? 1 2 3 4 5 അല്ലേ, 5ആണ്. പിന്നെ 10ൻ്റെ സ്ഥാനത്ത് 2 ബീഡ്സ്, ടെൻസിൻ്റെ പ്ലേസിൽ 2, പിന്നെ വൺസിൻ്റെ പ്ലേസിലില്ലേ 1ൻ്റെ സ്ഥാനത്ത് 1 2 3 4 അല്ലേ, 4 ബീഡ്സ് ആണുള്ളത്. 524 524 എന്ന് കിട്ടും. ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 5 ബീഡ്സ്. അപ്പോൾ ഹൺഡ്രഡ്സ്, വൺസ്, ടെൻസ്. ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ നമ്മൾ 5 എഴുതുക. ടെൻസിൻ്റെ പ്ലേസിൽ 2, വൺസിൻ്റെ പ്ലേസിൽ എത്ര ബീഡ്സ് ഉണ്ട്? 4 അല്ലേ. 1ൻ്റെ സ്ഥാനത്ത് 4 അല്ലേ. 1 10 100 524 എന്ന് കിട്ടും. ബി ഈ അബാക്കസിൽ 1ൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്ത് 10ൻ്റെ സ്ഥാനത്തിട്ടു. ഇപ്പോഴത്തെ സംഖ്യ ഏതാണ്? ബി അബാക്കസിൽ 1ൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്തിട്ട് 10ലിട്ടു. 1ൻ്റെ സ്ഥാനത്ത് നിന്നും 1 എടുത്തു, എന്നിട്ട് 10ാമത്തതിലിട്ടു. 10ൻ്റെ സ്ഥാനത്തിട്ടു. അപ്പോൾ ഇവിടെ നിന്ന് 1 പോയി, ഇവിടെ 1 കൂടി. ആദ്യത്തെ നമ്പർ എത്രയാണ്? 5 തന്നെയാണ്. ഇവിടെ 10ൻ്റെ സ്ഥാനത്ത് 1 കൂടി, 2 ഉള്ളത് 3 ആയി. ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് വൺസിൻ്റെ പ്ലേസിൽ നിന്നും 1 പോയി. അപ്പോൾ 4 ഉള്ളത് എന്തായി? 3 അല്ലേ. 1 2 3 ആയിട്ടില്ലേ. 533 ആണ് എന്ത്? പുതിയ നമ്പർ, ഇപ്പോഴത്തെ സംഖ്യ എന്ന് പറയുന്നത്. അതായത് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ക്വസ്റ്റ്യൻ ഓൺ ദിസ് അബാക്കസ്. എ പേൾ ഈസ് ടേക്കൺ ഫ്രം വൺസ് പ്ലേസ് ആൻഡ് പുട്ട് ഇൻ ടെൻസ് പ്ലേസ്. വൺസ് പ്ലേസിൽ നിന്ന് ഒന്ന് ടേക്കൺ, ഒന്ന് എടുത്തു, എന്നിട്ട് പുട്ട് ഇൻ ടെൻസ് പ്ലേസ്, എന്നിട്ട് ടെൻസ് പ്ലേസിൽ പുട്ട് ചെയ്തു വെച്ചു അല്ലേ. അപ്പോൾ എന്തായി? ടെൻസ് പ്ലേസിൽ 2 ഉള്ളത് 1 കൂടി, ഇവിടെ നിന്ന് മൈനസ് ആവുകയും ചെയ്തു. ഇനി സി ക്വസ്റ്റ്യൻ 830 കുറിച്ച് ശരിയായി പറഞ്ഞിരിക്കുന്നതിന് ശരി അടയാളപ്പെടുത്തുക. 830 800s ആണ് അല്ലേ. 830 ആണ്. അപ്പോൾ എത്രയാണ്? 800സും 31s ആണ് വേണ്ടത്. 30 1 അല്ലേ, അങ്ങനെയല്ല, 30 10 ആണ്. 30 10 300 800 300 ഇത് കടന്നു പോയി. 830 ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 83 10കൾ എടുത്താൽ ഇല്ലേ, 83 ടെൻസ് എടുത്താൽ 830 കിട്ടും ഇല്ലേ. 83 ടെൻസ് 883 10കൾ. 10കൾ എടുത്താൽ എത്രയാണ്? 83 × 1 എത്രയാണ്? 83 തന്നെയാണ്. പിന്നെ ഒരു 0 ഉള്ളത് 830. അപ്പോൾ 83 ടെൻസ് ആണ് എന്ത്? 830 അല്ലേ, 830 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ളത്. ഫസ്റ്റത്തത് മാറിപ്പോകരുത്. 800 30 10 എന്ന് പറയുമ്പോൾ 300 ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് വലിയ സംഖ്യ ആയി പോകും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നവർ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണേ. ഡി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സംഖ്യാകാർഡുകൾ നോക്കൂ. സംഖ്യാകാർഡുകൾ ചേർന്നിട്ടുണ്ട്. ഏതൊക്കെ 3 കാർഡ് ചേർന്നാൽ 1000 ആകും? റാശിയും വാവിയും തിരഞ്ഞെടുത്തത് ഏതൊക്കെയായിരിക്കും? കളത്തിൽ എഴുതുക. 3 കാർഡുകൾ ചേർന്നിട്ട് നമ്മൾ 1000 അല്ലേ, 1000 ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് 3 കാർഡ്സ് വിൽ ഫോം 1000 അല്ലേ. ഏതൊക്കെ 3 കാർഡുകൾ? 3 കാർഡ്സ് എടുത്താൽ 1000 കിട്ടും. 3 കാർഡ്സ് റാശി എടുക്കും, പക്ഷെ 1000 കിട്ടണം, 1000 കിട്ടണം. നമുക്കറിയാം 500ഉം 500ഉം 1000 ആണ് അല്ലേ. 500ഉം 500ഉം, പക്ഷെ ഇവിടെ ഒറ്റ 500 ഉള്ളൂ. ഒരു 500 എടുത്തു. ഇനി 2 കാർഡ് കൂടി എടുക്കണം അല്ലേ. ഒരു 500 കൂടി എടുത്താൽ 1000 ആയി, പക്ഷെ 2 കാർഡ് എടുക്കണം. അപ്പോൾ ഒരു 400ഉം 100ഉം എടുത്താൽ 500 ആയില്ലേ ഇല്ലേ. 500ഉം 500ഉം എത്രയായി? 1000 ആയി. 400ഉം 100ഉം എത്രയായി? 500. അപ്പോൾ 500ഉം 500ഉം 1000 ആയി. ഇനി എങ്ങനെ എടുക്കാം? ഇനി ഇവിടെ 450 ഉണ്ടല്ലേ. അടുത്തത് 500 നമ്മൾ എടുത്തു. ഇനി 450 എടുത്താൽ എങ്ങനെ? 450 എടുത്താൽ ഒരു 300 എടുത്തു. അപ്പോൾ എത്രയായി? 400ഉം 300ഉം എത്രയാണ്? 4 5 6 7 750 ആയി അല്ലേ. 750 ആയി. ഇനി എത്രയും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് 1000 കിട്ടുക? 700 800 900 അല്ലേ. ഒരു 200ഉം 50ഉം അല്ലേ, 250 ഇല്ലേ. 200 ആഡ് ചെയ്താൽ എത്രയാണ്? 950 ആവുള്ളൂ. 250 എന്നുള്ള ഈ കാർഡ് എടുത്താൽ എത്രയായി?
1000 1000 ആയില്ലേ. കൂട്ടി നോക്കൂ, 450, 300, 250, 1000 ആകും. അപ്പോൾ എന്താണ്, ഇങ്ങനെ 3 കാർഡുകൾ എടുത്താൽ 1000 കിട്ടുന്ന 3 കാർഡ്സാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ അല്ലെങ്കിൽ 5ൽ ബി ക്വസ്റ്റ്യൻ, സംഖ്യാ കാർഡുകൾ, ഗണിതോത്സവത്തിൽ പ്രദർശിപ്പിക്കുന്ന സംഖ്യാ കാർഡുകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അതുപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, 5ൽ എ അല്ലെങ്കിൽ 5ൽ ബി. കാർഡുകൾ തന്നിട്ടുണ്ട്. 3 കാർഡ് ചേർത്ത് നമ്മൾ എത്രയാണ്, 900 900 ആണ് ഉണ്ടാക്കേണ്ടത്. നേരത്തേതിൽ 1000 ആയിരുന്നു ഉണ്ടാക്കേണ്ടത്, ഇവിടെ 900 അല്ലേ 900 ആണ് ഉണ്ടാക്കേണ്ടത്. ഇത് എത്രയാണ്, 3 കാർഡുകൾ ചേർത്തിട്ട് ഇയാൻ ഒരു 900 അല്ലേ 900 ഉണ്ടാക്കണം. സോഫിക്കും അതുപോലെ 3 കാർഡുകൾ ഉപയോഗിച്ച് 900 അല്ലേ 900 ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ 900 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1000ൽ നിന്ന് ഒരു 100 മൈനസ് ചെയ്യണം. അപ്പോൾ എത്രയാണ്, നേരത്തെ അതേപോലെ ഒരു 500 എടുത്താൽ പിന്നെ ഒരു 500 എടുത്താൽ 1000 ആവും. അപ്പോൾ ഇനി ഒരു 400 എടുത്താൽ 900 ആവും ഇല്ലേ. 400 ആവണേൽ 300 ഒരു 100 എടുക്കുക അല്ലേ. 300 100 എടുത്താൽ 400 ആയില്ലേ അല്ലേ. 500 400 ആണ് എത്ര, 900 എന്ന് പറയാം. 5 4 9 900. 500 500 ആണ് 1000 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 900 ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ 300 100 എടുത്താൽ ഇവിടെ ഉള്ള കാർഡുകൾ എടുക്കണം. അപ്പോൾ 500 500 അല്ലേ. അപ്പോൾ 400 500 900 ആയി, 900 ആയി. ഇവിടെ 700 800 900 അല്ലേ. 2 എടുത്താൽ 900 കിട്ടും. പക്ഷേ നമുക്ക് 3 കാർഡുകൾ എടുത്തിട്ട് 900 ആക്കണം. അപ്പോൾ നമുക്കൊരു 400 എടുക്കാം അല്ലേ. പിന്നെ ഒരു 400 കൂടി എടുത്താൽ 800 അല്ലേ. പിന്നെ അതെടുക്കരുത്. പിന്നെ ഏതാ ഉള്ളത്, ഒരു 350 ഉണ്ട് അല്ലേ, അതും എടുക്കുക. അപ്പോൾ എത്രയായി, 400 300 എത്രയാണ്, 4 5 6 750 ആയി. ഇനി എത്രയാണ്, ഒരു 150 കൂടി കൂട്ടിയാൽ എത്രയായി, 900 ആയില്ലേ. ഇനി 50 ഒന്നും കൂട്ടിയാൽ പറ്റില്ല അല്ലേ. 50 കൂട്ടിയാൽ 800 ആവുകയുള്ളൂ. 400 350 50 എത്രയാണ്, 400 അല്ലേ. 400 400 800 ആവുകയുള്ളൂ. അപ്പോൾ 800 ഒരു 100 കൂടി വേണം, അതായത് 150 വേണം എത്രയാവാൻ, 900 900 ആവാൻ. അപ്പോൾ ഏതൊക്കെ 3 എടുത്താലാണ് 900 അല്ലേ. 3 എടുക്കണം, 2 എടുത്തിട്ട് ഉണ്ടാക്കരുത് അല്ലേ. 3 കാർഡ് ഉപയോഗിച്ചിട്ട് 900 ഉണ്ടാക്കുക. അങ്ങനെയുള്ളത് എഴുതാനാണ് പറഞ്ഞത്. അടുത്തത് ബി, അബാക്കസിലെ സംഖ്യ എത്രയാണ്, 100. ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്ത് 1 2 3 4 അല്ലേ, 4 ആണ്. 10ൻ്റെ സ്ഥാനത്ത്, ടെൻസിൻ്റെ പ്ലേസിൽ 1 2 3 3 ആണ്. 1ൻ്റെ സ്ഥാനത്ത് 1 2 അല്ലേ, 2 ആണ്. അപ്പോൾ 432 100 432. ഈ അബാക്കസിൽ 100ൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്ത് 10ൻ്റെ സ്ഥാനത്തിട്ടു. 100ൻ്റെ സ്ഥാനത്ത് നിന്ന് 1 എടുത്തിട്ട് 10ൻ്റെ സ്ഥാനത്തിട്ടു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സംഖ്യ എത്രയാണ്, എ പേൾ ഈസ് ടേക്കൺ ഫ്രം ദി 100th പ്ലേസ് അല്ലേ. 100ൽ നിന്നും 1 എടുത്തു ആൻഡ് പുട്ട് ഇൻ 10th പ്ലേസ്, 10ൻ്റെ സ്ഥാനത്ത് 1 ഇട്ടു. അപ്പോൾ 100ൽ നിന്നും 1 എടുത്തു അല്ലേ. 100ൻ്റെ സ്ഥാനത്ത് 1 എടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ഉള്ളത് 3 എണ്ണമായി അല്ലേ. എന്നിട്ട് 10ൻ്റെ സ്ഥാനത്ത് ഇട്ടു അല്ലേ. 3 എണ്ണം ഉള്ളത് അപ്പോൾ എന്താവും, 4 ആവും. ഇവിടേക്കൊന്ന് ഇടുകയാണ്. അപ്പോൾ 1 2 3 4 എണ്ണം ആയില്ലേ. എണ്ണി നോക്കൂ, 1 2 3 4 എണ്ണാവും അല്ലേ. നെക്സ്റ്റ് 1ൻ്റെ സ്ഥാനത്ത് നമ്മളൊന്നും ചെയ്യുന്നില്ല, അത് തന്നെ. അപ്പോൾ 342 ആയി സംഖ്യ അല്ലേ, 342 ആയി. ഇനി ഡി ക്വസ്റ്റ്യൻ 604 എന്ന സംഖ്യ സംഖ്യാ സ്ട്രിപ്പിൽ ശരിയായി ക്രമീകരിച്ചതിന് ശരി അടയാളപ്പെടുത്തുക. 604 60 4 604 ആണ്. 600 4 604 അല്ലേ. 600 + 4 ആണ് 604 എന്ന് പറയുന്നത് അല്ലേ. 600 4 604 600 കഴിഞ്ഞിട്ടാണ് 601 602 603 604. അപ്പോൾ 600 4 604 എന്ന് പറയുന്നത്. ഇത്രയായിരുന്നു കഴിഞ്ഞ വർഷത്തെ 2025-26 ചോദ്യപേപ്പറിൽ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോസും എൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻസുമാണ് എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതൊക്കെ ക്ലാസ്സുകൾ വേണം എന്നുള്ളത് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. നിങ്ങളുടെ സബ്ജക്റ്റുകളെല്ലാം ഞാൻ ആൾറെഡി സബ്ജക്റ്റിൽ ഓരോ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, ഇട്ടിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്ലാസ് 3 ഓണം എക്സാം എന്നുള്ള പ്ലേലിസ്റ്റിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അവൈലബിൾ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.